ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടി എപ്പോഴായിരിക്കും നിങ്ങളെ വേണ്ട എന്നും പറഞ്ഞു പോകുന്നത്? ഒന്നില്ലെങ്കിൽ അവൾക്ക് നിങ്ങളെക്കാളും നല്ല ഒരു ബെറ്റർ ചോയ്സ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവളെ തേക്കുമ്പോൾ, ഇതുമല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ഒരു ഫാമിലി പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൈമിലായിരിക്കും നിങ്ങളെ വേണ്ട എന്ന് ആ ഒരു പെൺകുട്ടി വെക്കുന്നത്. ഇതിലെ നമുക്ക് ഫസ്റ്റ് കാര്യം എടുക്കാം. അതായത് നിങ്ങൾ ഇട്ടിട്ട് പോയത് ആ ഒരു പെൺകുട്ടിക്ക് ഒരു ബെറ്റർ ചോയ്സ് കിട്ടിയപ്പോഴാണ്. അതായത് അവൾ നിങ്ങളെ തേച്ചിട്ട് പോയി. ഇങ്ങനെ ബെറ്റർ ചോയ്സ് നോക്കിപ്പോയ പെൺകുട്ടിയുടെ ഉള്ളിൽ എപ്പോഴും ഒരു നഷ്ടബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കാം ഓളുടെ ഉള്ളിൽ ഒരു നഷ്ടബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ഓൾവേസ് ഹാപ്പിയാണ്. അതായത് ഓളെന്നെ ഇട്ടിട്ട് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ എപ്പോഴും നല്ല സന്തോഷത്തിരിക്കുക. നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങാൻ പോകുക, ഫിലിം കാണാൻ വേണ്ടി പോവുക, പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സ്റ്റോറി ഒക്കെ നിങ്ങൾക്ക് ഇടാം. ഇപ്പോൾ ചിലർ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഇവളെന്നെ എല്ലായിടത്തുനിന്ന് ബ്ലോക്ക് ചെയ്തിട്ടല്ലേ പോയത്, എങ്ങനെയാണ് ഇവളെൻ്റെ സ്റ്റോറീസൊക്കെ കാണുന്നത് എന്നുള്ളത്. അതോർത്ത് നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. ഒന്നില്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടി ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യുന്നവരുണ്ടാവുമല്ലോ. ഇവർ ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആ ഒരു പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തോളും. അതുകൊണ്ട് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്നെ നീ ഇട്ടിട്ട് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നീ തിരിച്ചു വാ എന്നും പറഞ്ഞിട്ട് ഓളുടെ കാല് പിടിക്കാനൊന്നും ആരും പോകരുത്. ഡോണ്ട് ബി എ ബെഗർ. അതായത് നീ തിരിച്ചു വാ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെ കാല് പിടിച്ചുള്ളൊരു കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. നിങ്ങളെ വേണ്ടാത്തവരെ നിങ്ങൾക്ക് വേണ്ട എന്ന് വെക്കുക. ഒരിക്കലും അവളുടെ കാല് പിടിക്കാൻ വേണ്ടി നിങ്ങൾ പോകാതിരിക്കുക. സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള സാധനം അതെപ്പോഴും എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരിക്കണം. അത് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഒരിക്കലും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തൊരു വ്യക്തി നിങ്ങൾ ആകരുത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, കുറേ അധികം ആളുകളുമുണ്ട് അത്രമാത്രം ജീവനെ പോലെ ആയിരിക്കും ആ ഒരു പെൺകുട്ടീനെ സ്നേഹിച്ചത്. പെട്ടെന്ന് അവൾ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോകുമ്പോഴത്തേക്കും ആകെ ഡിപ്രഷനായിട്ട് അല്ലെങ്കിൽ ആകെ വിഷമിച്ച് ഫുഡൊന്നും കഴിക്കാതെ ഒരു അസുഖങ്ങളൊക്കെ വരുത്തി വെക്കുന്നവർ ഉണ്ട്. നിങ്ങളിതൊന്നും ചെയ്യണ്ട. ജസ്റ്റ് നിങ്ങൾക്കൊരു എയിം ഉണ്ടാകുമല്ലോ, കുഞ്ഞിലേ മുതൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, പഠിച്ചൊരു സ്ഥാനത്തെത്തണം അല്ലെങ്കിൽ നല്ലൊരു ജോലി, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു എയിമും കാര്യങ്ങളൊക്കെ. ആ ഒരു എയിമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം ഉള്ളിൽ വെച്ചിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. സക്സസ് ആയിരിക്കണം എപ്പോഴും നിങ്ങൾ അവൾക്ക് കൊടുക്കേണ്ട ഒരു റിപ്ലൈ എന്ന് പറയുന്നത്. നാളെ നിങ്ങൾ നല്ല ഒരു നിലയിൽ എത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നല്ല രീതിയിൽ കുറ്റബോധം വരും. ഓ, അവൻ്റെ കൂടെ നിന്നാൽ മതിയായിരുന്നു, എങ്കിൽ എനിക്കും നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നു എന്നുള്ളൊരു തോട്ട് അവളുടെ ഉള്ളിൽ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും നിങ്ങളുടെ എയിം എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഇത്രയും നാളും എന്താണെങ്കിലും ആ ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്നു, അവൾക്ക് വേണ്ടിയിട്ട് പൈസ കളഞ്ഞു, ടൈം കളഞ്ഞു, എല്ലാം കളഞ്ഞു. ഇനി അത് വേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. നല്ല രീതിയിൽ പഠിക്കുക, നല്ല ജോലി വാങ്ങിക്കുക. ഈ ഇട്ടിട്ട് പോയ പെൺകുട്ടി തന്നെ വിഷമിച്ച് പുറകെ നടന്നോളൂ. നിങ്ങളുടെ ആ ഒരു ടൈമിൽ അവൾ ബ്രേക്കപ്പ് ആണ് എങ്കിൽ മാക്സിമം അവൾ തിരിച്ചു വരാനും നോക്കും. പക്ഷേ പഴയ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അവളെ അക്സെപ്റ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ബീങ് അട്രാക്റ്റീവ് ആണ്. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ പോവുക. അതായത് ചില വ്യക്തികളുണ്ട് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ മുട്ടയടിക്കും, ചിലരാണെങ്കിൽ മുടിയൊക്കെ നീട്ടി വളർത്തും, താടി ഒക്കെ നീട്ടി വളർത്തും, ഒരു വൃത്തിയില്ലാതെ നടക്കും, ഭയങ്കര ഒരു ലേസിനെസ് ആയിരിക്കും അവരുടെ ലൈഫിൽ. പക്ഷെ അതൊന്നും വേണ്ട. എല്ലാവർക്കും നിങ്ങളൊരു ഇഷ്ടം തോന്നട്ടെ എന്നുള്ള രീതിയിൽ നല്ല അട്രാക്റ്റീവായിട്ട് നിങ്ങൾ നടക്കുക, വൃത്തിയായിട്ട് നടക്കുക. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളിടുന്ന സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവളോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ അവൾ വിചാരിക്കും, ഓ, ഇവനൊരു മാറ്റമില്ല, എത്ര സൂപ്പറാണ്, ഞാൻ ഇല്ലെങ്കിലും ഇവൻ അടിപൊളിയായിട്ടാണല്ലോ ജീവിക്കുന്നത് എന്നുള്ളൊരു കുറ്റബോധം എന്താണെങ്കിലും അവളുടെ ഉള്ളിലേക്ക് വരും. പിന്നെ
ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചിട്ട് അടുത്ത റിലേഷൻഷിപ്പൊക്കെ തേടി പോകുന്നവർക്ക് എപ്പോഴും ഇങ്ങനെ ബെറ്റർ ചോയ്സ് ഒന്നും കിട്ടണം എന്നുമില്ല. ബെറ്റർ ചോയ്സ് ഒക്കെ കിട്ടുന്നവരുണ്ട്. പക്ഷേ കുറേ അധികം ആളുകൾക്കും ഇങ്ങനെ നല്ലത് തേടി പോകുമ്പോഴത്തേക്കും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പണിയൊക്കെ കിട്ടാറുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ എൻജോയ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ തേടി നിങ്ങളുടെ പുറകെ തന്നെ വന്നോളും. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.